ജിയോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോളേജ് അധ്യാപകരാകുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കുമല്ലോ എല്ലാവരും നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് പുസ്തകത്തിലെ പാഠങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്നവനല്ല, ജീവിതത്തെ തോൽവികളെ നേരിടാൻ പഠിപ്പിക്കുന്നവനാകണം. അതിന് ആദ്യം എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം. കരുത്തുറ്റ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന ചങ്കൂറ്റമുള്ള ഒരു നല്ല അധ്യാപകരാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യോത്തരവലിയിലേക്ക് കടക്കാം. പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് എന്ന യൂണിറ്റിലെ മോക്ക് ടെസ്റ്റ് സീരീസ് 4ാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ വെരി ഹൈ ക്വാണ്ടിറ്റീസ്. ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണ്? ഓപ്ഷൻസ്: പ്രൊപ്പെയിൻ, ഈഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ. Answer is option C, carbon dioxide. 76% is carbon dioxide among the greenhouse gases. 76% is carbon dioxide, methane 16% and 6% nitrogen oxide. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ സമയം നിലനിൽക്കുന്നത് മീഥെയ്ൻ ആണ്. ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് മീഥെയ്ൻ ആണ്. പക്ഷെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. Second question, how many air pollutant types monitored under the program of India's National Ambient Air Quality Standards? National Ambient Air Quality Standard അനുസരിച്ച് എത്ര എയർ പൊല്യൂട്ടന്റ് ടൈപ്സ് ആണ് ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ് 8, 10, 12, 11. NAAQS ന്റെ ഫുൾ ഫോം പഠിച്ചുള്ള നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. 18 നവംബർ 2009 ഇത് നിലവിൽ വന്നത്. അനുസരിച്ച് 12 എയർ പൊല്യൂട്ടൻസ് ആണുള്ളത്. ആ 12 എണ്ണം സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ ലെസ് ദാൻ 10, ലെസ് ദാൻ 2, ബെൻസീൻ, ഓസോൺ, ലെഡ്, കാർബൺ മോണോക്സൈഡ്, അമോണിയ അതായത് NH3, നിക്കൽ, ആർസനിക്. ഇത്രയുമാണ് എയർ പൊല്യൂട്ടന്റ് ടൈപ്സ്. Third question, which of the following pollutants is known to affect the hemoglobin capacity of blood? ബ്ലഡിലെ ഹീമോഗ്ലോബിൻ കപ്പാസിറ്റി അഫക്ട് ചെയ്യുന്ന എയർ പൊല്യൂട്ടന്റ് ഏതാണ്? ഓപ്ഷൻസ്: കാർബൺ മോണോക്സൈഡ്, ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്. ആൻസർ കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച് SAFAR does not monitor parameters for which of these air quality parameters? എയർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ് താഴെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് സഫറിന്റെ പാരാമീറ്റേഴ്സിൽ വരാത്തത് ഏത്? ഓപ്ഷൻസ്: UV റേഡിയേഷൻ, വിൻഡ് സ്പീഡ്, വിൻഡ് ഡയറക്ഷൻ, നൺ ഓഫ് ദി എബോവ്. സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച് ആണ് സഫർ എന്ന് പറയുന്നത്. മെട്രോപൊളിറ്റൻ ഏരിയാസിലേക്ക് എയർ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എയർ സയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സഫർ. മെട്രോപൊളിറ്റൻ ഏരിയാസിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മിനിസ്ട്രി ഓഫ് എയർ സയൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച്. അതിന്റെ പ്രധാന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, റെയിൻഫോൾ, ഹ്യൂമിഡിറ്റി, വിൻഡ് സ്പീഡ്, വിൻഡ് ഡയറക്ഷൻ, UV റേഡിയേഷൻ ആൻഡ് സോളാർ റേഡിയേഷൻ. അപ്പോൾ ഈ പറയുന്ന ഇതെല്ലാം തന്നെ ഒരു പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ ആൻസർ നൺ ഓഫ് ദി എബോവ് ആണ്. Next question, India's contribution to the total global carbon dioxide emission is about. Total global carbon dioxide emission le India's contribution about 3%, about 6%, about 10%, about 15%. Here the answer is about 16%. The latest, according to the latest data, it is 7%. ഓപ്ഷനിൽ 7 ഉണ്ടെങ്കിൽ 7 ആണ് ആൻസർ. അബൌട്ട് 7% ആണ് ലേറ്റസ്റ്റ് ഡേറ്റ അനുസരിച്ച്. ലാർജസ്റ്റ് എമിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ചൈനയാണ്. ചൈനയ്ക്ക് ശേഷം USA, then ഇന്ത്യ, then റഷ്യ. നെക്സ്റ്റ് വൺ, ദ ടാർഗറ്റ് സെറ്റ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ഫോർ പവർ ഫ്രം റൂഫ്ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻ ബൈ ദ ഇയർ 2022. 2022 റൂഫ് ടോപ്പ് സൗരോർജ്ജ സ്ഥാപനത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിന്റെ ലക്ഷ്യം എത്രയാണ്? 2022 റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻ ആണ്. ആൻസർ ഓപ്ഷൻ A, 40 GW.
സോളാർ പവർ ജനറേഷനിൽ 2020 100 GW ആയിരുന്നു. Next one, Sustainable Development Goals have specific targets to be achieved by. Sustainable Development Goals നമ്മൾ 17 goals പഠിച്ചിരുന്നു. മോക്ക് ടെസ്റ്റ് സെക്കൻഡിലോ തേർഡിലോ ആയിരുന്നു. അപ്പോൾ ആ 17 ഗോൾസ് ഏത് ഇയറോടുകൂടി അച്ചീവ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. 2015 സ്റ്റാർട്ട് ചെയ്തത്. ഓപ്ഷൻസ് 2022, 2030, 2040, 2050. ടാർഗറ്റ് ഡേറ്റ് 2030 ആണ്. 2030 2015 തുടങ്ങി 30 അച്ചീവ് ചെയ്യുക എന്നതായിരുന്നു. Next question, which of the following is or are the missions under the National Action Plan on Climate Change? National Action Plan on Climate Changeൽ വരാത്ത മിഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ ഒരു 8 മിഷൻസിനെ കുറിച്ച് മുമ്പുള്ള മോക്ക് ടെസ്റ്റിൽ പഠിച്ചതാണ്. ആ 8 മിഷൻസും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മിഷൻസിൽ വരാത്തത് ഏത്? നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ മിഷൻസ് 8 ആണ്. നമ്പർ 8 മിഷൻസ് ആണുള്ളത്. ഇവിടെ ഓപ്ഷൻസ് സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം, സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് നോളജ് ഫോർ ദ ക്ലൈമറ്റ് ചേഞ്ച്, ഓൾ ഓഫ് ദി എബോ. ഇതിൽ വരുന്ന മിഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞതെല്ലാം തന്നെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലുള്ള മിഷൻസ് ആണ്. 9th question, the most important pollutant that cause degradation of water quality in rivers and streams are. ഇത് റിവർ സ്ട്രീംസ് പോലുള്ള ജലസ്രോതസ്സുകളുടെ വാട്ടർ ക്വാളിറ്റി കുറയ്ക്കുന്ന പൊല്യൂട്ടന്റ് ഏതാണെന്ന്. ഓപ്ഷൻസ് ബാക്ടീരിയ, അമോണിയ, മെറ്റൽസ്, ഡിസോൾഡ് സാൾട്ട്. ഓപ്ഷൻസ് 1, 2 and 3 only, 1, 2 and 4 only, 1, 3 and 4 only, all the above. ഇവിടെ ബാക്ടീരിയ, അമോണിയ, മെറ്റൽസ് ഇതെല്ലാം തന്നെ പൊല്യൂട്ടൻസ് ആണ്. വാട്ടർ ക്വാളിറ്റിയെ കുറയ്ക്കുന്ന പൊല്യൂട്ടൻസ് തന്നെയാണ്. ആൻസർ ഓപ്ഷൻ 1, 2 and 3 only. ഓപ്ഷൻ എ, ഡിസോൾഡ് സാൾട്ട് പൊല്യൂട്ടന്റിൽ വരില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് കാർബൺ ക്രെഡിറ്റ് ഒറിജിനേറ്റഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോവിങ്. താഴെ പറയുന്ന എൻവയോൺമെന്റൽ സമ്മിറ്റിൽ ഏതിൽ നിന്നാണ് കാർബൺ ക്രെഡിറ്റ് എന്നുള്ള കൺസെപ്റ്റ്, ആ ഒരു ആശയം വന്നത്? റിയോ സബ്മിറ്റ്, ക്യോട്ടോ പ്രോട്ടോകോൾ, മോൺട്രിയൽ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ്. അപ്പൊ ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, എൻവയോൺമെന്റൽ സബ്മിറ്റ്, എൻവയോൺമെന്റൽ കോൺഫറൻസ് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. വർഷങ്ങൾ സഹിതം പഠിക്കുക. നമ്മൾ എല്ലാ മോക്ക് ടെസ്റ്റിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വർഷങ്ങൾ സഹിതം അതിന്റെ എയിമും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ആൻസർ ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ, ദ കൺസെപ്റ്റ് ഓഫ് കാർബൺ ക്രെഡിറ്റ്. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.